നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. 1 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കായംകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം വടക്കേവിള സ്വദേശി നിഹാസ് ആണ് അറസ്റ്റിലായത്. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. പാലുൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാൻ ഓച്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘം. ഓച്ചിറ പെരുമ എന്ന പേരിലാണ് പാലുൽപ്പന്നങ്ങൾ വിപണിയിലെത്തുക. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആഹാരം കഴിക്കേണ്ട ഗതികേടിൽ കശുവണ്ടി തൊഴിലാളികൾ. ചാരുമൂട് കരിമുളയ്ക്കലിലെ തൊഴിലാളികൾക്കാണ് ഈ ദുർഗതി. ഭക്ഷണം കഴിക്കുന്ന ആൾ മേൽക്കൂര തകർന്ന് ചോർന്നൊലിക്കുന്നതിനെ. വിശദമായ വാർത്തകളിലേക്ക്. 1 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കായംകുളം എരുവയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം വടക്കേവിള സ്വദേശി നിഹാസ് ആണ് അറസ്റ്റിലായത്. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. കായംകുളം എരുവയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം വടക്കേവിള കയ്യാലക്കൽ വീട്ടിൽ നിഹാസിനെയാണ് 1 കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടിയത്. ഇയാൾ ഏറെ നാളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ സംശയാസ്പദമായി കണ്ട നിഹാസിന്റെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ചെറുകിട കച്ചവടക്കാർക്ക് നൽകാൻ കരുനാഗപ്പള്ളിയിലേക്ക് കഞ്ചാവ് ബസ്സിൽ കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് ഇയാളെ പിടികൂടിയത്. SI രതീഷ് ബാബു, ASI സജീവ് കുമാർ, CPMമാരായ സോനു, അൻഷാദ്, അമീന എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. അമ്മ മനസ്സ് കൂട്ടായ്മയുടെ ഓണാഘോഷവും ഓണപ്പുടവ വിതരണവും ഓഗസ്റ്റ് 26 മുതൽ 30 വരെ നടക്കും. ഇതോടനുബന്ധിച്ച് ആട് വിതരണവും നടത്തുമെന്ന് ഭാരവാഹികൾ ഓച്ചിറയിൽ അറിയിച്ചു. കരുനാഗപ്പള്ളി അമ്മ മനസ്സ് കൂട്ടായ്മയുടെ ഓണാഘോഷവും ഓണപ്പുടവ വിതരണവും ആട് വിതരണവുമാണ് ഓഗസ്റ്റ് 26, 27, 28, 30 തീയതികളിൽ നടത്തുന്നത്. കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിന്റെ പരിധിയിൽ 8 കേന്ദ്രങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പാവപ്പെട്ട 2025 അമ്മമാർക്കാണ് ഓണപ്പുടവ വിതരണം ചെയ്യുന്നത്. നിയോജക മണ്ഡലത്തിൽ നഗരസഭ ഉൾപ്പെടെ 6 പഞ്ചായത്തുകളിലായി പ്രവർത്തിച്ചു വരുന്ന സാമൂഹിക, സാംസ്കാരിക, സ്ത്രീ ശാക്തീകരണ, ജീവകാരുണ്യ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് അമ്മ മനസ്സ് കൂട്ടായ്മ. നമ്മുടെ സമൂഹത്തിൽ ഏറെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന അമ്മമാരെ ചേർത്ത് പിടിക്കുവാനും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ തയ്യാറാക്കി അത് 100% വിജയത്തിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ പ്രവർത്തകരുടെ ഒരു ലക്ഷ്യമാണ്. ഈ ഒരു 100% ലക്ഷ്യം പ്രാപ്തമാക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന്റെ ചിട്ടയായ പ്രവർത്തനവും കേഡർ സംവിധാനവും അച്ചടക്കവും സമയക്ലിപ്തതയും സുതാര്യതയും ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ള സുമനസ്സുകളുടെ സഹായത്തോടെയൊക്കെയാണ് നമ്മൾ ഇത്തരം വലിയ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത്. എല്ലാ ഓണാഘോഷ കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുക്കപ്പെടുന്ന അമ്മമാർക്ക് ഉപജീവനത്തിനായി ആടിനെ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ ഓച്ചിറയിൽ അറിയിച്ചു. 2025 അമ്മമാർക്ക് ഓണപ്പുടവകൾ നൽകിക്കൊണ്ട് നമ്മുടെ ഈ മഹത്തായ സംരംഭം എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൊണ്ടും എല്ലാവരുടെയും അർത്ഥനകൾ കൊണ്ടും എല്ലാവരുടെയും അനുഗ്രഹവും സഹായ സഹകരണങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ അമ്മ മനസ്സ് കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് 1000 അമ്മമാർക്ക് 1000 ആടുകൾ എന്നുള്ള ഒരു സ്വപ്ന പദ്ധതി. അതിന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ ഏറ്റവും കാരുണ്യ പ്രവർത്തകരും ഒപ്പം ബിസിനസ് കൈകാര്യം ചെയ്യുന്ന യെസ് ഭാരതിന്റെ ഉടമ ശ്രീ അയ്യൂബ് അവറുകളാണ്. ഓരോ മാസവും കുടുംബ സംഗമങ്ങളിലൂടെ അവിടെ വന്നു ചേരുന്ന അമ്മമാരുടെ പേരുകൾ നറുക്കിട്ട് 2 പേരെ വീതം ഭാഗ്യശാലികളായി തിരഞ്ഞെടുത്തുകൊണ്ട് 2 പേർക്ക് വീതം ആടിനെ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇന്ന് വരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരസഭയിലും ഗ്രാമപഞ്ചായത്തുകളിലും ഉൾപ്പെടുന്ന 8 കേന്ദ്രങ്ങളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ശ്രീകല ക്ലാപ്പന, ജനറൽ കൺവീനർ മായ ഉദയകുമാർ, രമാ ഗോപാലകൃഷ്ണൻ, ശകുന്തള അമ്മവീട്, മാരിയത്ത, ബീന എന്നിവർ അറിയിച്ചു. തൊടിയൂർ ശ്രീ തങ്കച്ചൻ സാർ അവരുടെ വസതിയിൽ വെച്ച് ബഹുമാന്യനായ MLA CR മഹേഷ് അവർ ഉദ്ഘാടനം ചെയ്യുകയും അടുത്ത ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി പാവുമ്പ തഴവ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ളത് പാവുമ്പ മായ ഉദയകുമാറിന്റെ വസതിയിൽ വെച്ച് നടത്തുകയും ചെയ്യുന്നു. അടുത്ത ദിവസത്തെ പരിപാടി കുലശേഖരപുരം
രാവിലെയും വൈകിട്ട് കരുനാഗപ്പള്ളി ടൗൺ മണ്ഡലത്തിൻ്റേത് കെന്നഡി സ്കൂളിൽ വെച്ചും ഉച്ചയ്ക്ക് ആലപ്പാട് വെച്ചും നടത്തുന്നു. അടുത്ത ദിവസത്തെ പരിപാടി ഓച്ചിറയിലും രാവിലെയും ക്ലാപ്പനയിൽ വൈകിട്ട് സമാപനവും നടക്കുന്നു. അതിൽ എല്ലാ പരിപാടികളിലും വിവിധ നേതാക്കന്മാർ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ നായകന്മാർ പങ്കെടുക്കുകയും നല്ല രീതിയിലുള്ള പരിപാടികൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആഹാരം കഴിക്കേണ്ട ഗതികേടിൽ ചാരുമൂട് കരിമുളയ്ക്കൽ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾ. ഭക്ഷണം കഴിക്കാനും കുട്ടികളെ പരിചരിക്കാനുമുള്ള ഹാൾ ജീർണാവസ്ഥയിലാണ്. മേൽക്കൂരകൾ തകർന്ന ഇലകൾ ഹാളിനുള്ളിൽ വീണ് വൃത്തിഹീനമായി കിടക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ കഴിക്കണം? ഈ മരമെല്ലാം ഇത് കണ്ടോ? ഞങ്ങൾ എങ്ങനെ നിൽക്കണം? ഞങ്ങളെ ബോർമയുടെ ഇവിടെ നോക്കണം. ബോർമയ്ക്കകത്ത് വെള്ളം വീടുന്നെന്ന് പല പച്ച പരിപ്പാക്കി തൊഴിലാളികളെ അന്ധകാരത്തിലാക്കി കൊടുക്കാം. എനിക്ക് അന്നത്തെ ജോലി ഞങ്ങൾ ചെയ്യുന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കേണ്ട സ്ഥിതിയിലാണ് ചാരുമൂട് കരിമുളയ്ക്കലിലെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയിലെ തൊഴിലാളികൾ. ഇവർക്ക് ഭക്ഷണം കഴിക്കാനും കുട്ടികൾക്ക് പരിചരണം നൽകാനുമായി നിർമ്മിച്ച ഹാളുകൾ തകർച്ചയിലാണ്. മേൽക്കൂരകൾ ഇളകി മാറി. സമീപത്തെ മരത്തിൽ നിന്നും ഇലകൾ ഹാളിനുള്ളിൽ വീണ് മഴവെള്ളം കെട്ടിക്കിടന്ന് ജീർണിച്ചു കിടക്കുന്നു. ഇരിപ്പിടങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ്. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും ഹാളിന്റെ നവീകരണത്തിനായി 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്ന് തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു. ഞങ്ങളുടെ എംപി പൈസ തന്നു കാണും, പക്ഷെ ഇത് ചെയ്യിച്ചതാരാ? ചെയ്യിച്ചവരോട് ഈ മരങ്കാല് മുഴുവനും വെട്ടി നശിപ്പിച്ച് മാറ്റിയിട്ട് പണിയിച്ചിട്ട് ഞങ്ങൾക്ക് പണിയാരാണ്. അതുപോലെ തന്നെ ഒരു തൊട്ടിപ്പരയായിരുന്നു ഇത്, കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഇത് കണ്ട കിടക്കുന്നത് ഇപ്പം കുഞ്ഞുങ്ങളില്ല, ഇല്ലെന്ന് വെച്ചാൽ അത് നോക്കാനില്ല. മരം മൊത്തം അതിൻ്റെ മണ്ടയ്ക്ക് തൊഴിലാളിനകത്ത് ചോറിന് കൂട്ടത്തിൽ ഉരുണ്ട് വീണ എന്തോ ചെയ്യും? അത് ഭക്ഷണം കഴിക്കുന്നത് ഡ്രസ്സ് മാറാനും ഭക്ഷണം കഴിക്കാനും എല്ലാം കൂടെ പണി ഞങ്ങൾക്ക് തന്നതാ. എന്ത് പറയുന്നുണ്ട്? അത്രയും ഷെഡുണ്ട്, അതിനകത്ത് ഞങ്ങൾ പണിഞ്ഞു. എത്ര തൊഴിലാളി വരുന്ന ഭക്ഷണം കഴിക്കുവാടെന്ന്. അതുപോലെ ഇവിടുത്തെ ബോർമ ഞങ്ങൾക്ക് പച്ചപ്പരിപ്പ് പൊളിച്ച് ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ ചത്ത് കിടക്കും ഇതിനകത്ത് കിടന്ന് ഈ കശുവണ്ടി തൊഴിലാളികൾ. അറിയാവോ? ഇവിടെ തൊഴിലാളി പീലിങ്ങിനകത്ത് 110 തൊഴിലാളി, ഷെല്ലിങ്ങിലും 110, എല്ലാം കൂടെ 100-300 തൊഴിലാളിയുണ്ട്. ഈ തൊഴിലാളികൾക്ക് ഒരു തരത്തിലും ജോലി ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ. ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമെങ്കിലും വൃത്തിയാക്കി ലഭിക്കണം എന്നതാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. എംപിയുടെ ശ്രദ്ധയിലും ഇക്കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഓച്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘം ഓച്ചിറ പെരുമ എന്ന പേരിൽ പാലുൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്നു. സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തിലാണ് തീരുമാനം. പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് അധ്യക്ഷത വഹിച്ചു. ഓച്ചിറ ക്ഷീരോത്പാദക സഹകരണത്തിന്റെ വാർഷിക യോഗത്തിലാണ് ഓച്ചിറ പെരുമ എന്ന പേരിൽ പാലുൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാൻ തീരുമാനിച്ചത്. സംഘം പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദിന്റെ അധ്യക്ഷതയിലായിരുന്നു വാർഷിക പൊതുയോഗം. ഉത്പാദക സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ക്ഷീരകർഷക മേഖലയിൽ ക്ഷീരകർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായ ദുരിതപൂർണമായ ജീവിതമാണ് ക്ഷീരകർഷകർക്കുള്ളത്. പക്ഷേ അവരിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ത്രിതല പഞ്ചായത്തുകളാണ് സഹായ സഹകരണങ്ങൾ ഉണ്ടാകേണ്ടത്. പക്ഷേ പലയിടത്തും നമുക്ക് അത്ര ഒരു പരിഗണന കിട്ടുന്നു എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല എന്ന് തന്നെ പറയണം. സർക്കാരിൻ്റെ ഭാഗത്തും നമുക്ക് പറയത്തക്കമായ കാര്യമായ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. അതിനാൽ ഞങ്ങൾ ഈ ഓച്ചിറ ക്ഷീരോത്പാദന സഹകരണ സംഘം ഇതിലെ കർഷകരെ ഗുണകരമായ രീതിയിൽ ഓച്ചിറ പെരുമ എന്ന പേരിൽ ഒരു സേവനം സ്വീകരിച്ചുകൊണ്ട് പാലുൽപ്പന്നങ്ങളും വിപണിയിലിറക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ DFO പത്മജ ക്ഷീരവികസന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മധുസൂദനൻ, അനിൽകുമാർ, ചെല്ലപ്പൻ, ജയകുമാർ, രാജഗോപാലപിള്ള, ഉഷ, സിന്ധു, പത്മിനി തുടങ്ങിയവർ പങ്കെടുത്തു. സംഘം സെക്രട്ടറി R. ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. KSRTE കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ നടന്നു. കലയനാട്ട് നടന്ന സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ നടത്തി. കലയനാട് PSCB ഹാളിലെ V. ദിവാകരൻ നഗറിലായിരുന്നു സമ്മേളനം നടത്തിയത്. സമ്മേളനത്തിൽ ബിജിമോൾ രക്തസാക്ഷി പ്രമേയവും പ്രവീൺ ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. V. രാജീവ് പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന തൊഴിലാളികളുടെ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത നേതാവും നമ്മുടെ പാർട്ടിയുടെ സ്ഥാപക
നേതാവായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാറു പി കൃഷ്ണൻ. ജില്ലാ പ്രസിഡന്റ് വി രാജീവ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ AR കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു. KSRTEA CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P സജി, CITU ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ MA രാജഗോപാൽ, S ബിജു, KSRTEA സംസ്ഥാന ട്രഷറർ PA ജോജോ, സംസ്ഥാന സെക്രട്ടറിമാരായ സുനിത കുര്യൻ, സുജിത് സോമൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് SR ഗിരീഷ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി P ശശികല എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ സ്നേഹസംഗമവും ഓണക്കോടി വിതരണവും 27-ന് നടക്കും. ചെമ്മന്തൂരിലാണ് പരിപാടി നടക്കുന്നത്. ആദരവും ഇതിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുനലൂർ സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹഭാരത് സ്നേഹസംഗമവും ഓണക്കോടി വിതരണവും കൗൺസിലർമാർക്ക് സ്നേഹാദരവും 27-ന് നടക്കും. ചെമ്മന്തൂർ കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. NK പ്രേമചന്ദ്രൻ MP സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുകയും പ്രതിഭകളെ ആദരിക്കുകയും ചെയ്യും. അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ അധ്യക്ഷത വഹിക്കും. ഓണക്കിറ്റ് വിതരണം നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലതയും മുൻ IMA പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ ഓണക്കോടി വിതരണവും നിർവഹിക്കും. ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 68 മാസമായി പുനലൂർ കേന്ദ്രമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരികയാണ് സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ ട്രസ്റ്റിന്റെ 69ാമത്തെ പ്രവർത്തന മാസത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ 65-ൽ പരം കുടുംബങ്ങളെ കഴിഞ്ഞ 68 മാസമായി ദത്തെടുക്കുകയും അവർക്ക് എല്ലാ മാസവും 5-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയിൽ ഒരു ഭക്ഷ്യധാന്യ കിറ്റ് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ ട്രസ്റ്റ് സംരക്ഷിച്ചു വരുന്ന കുടുംബങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് മരണാനന്തര ചിലവിനായി ഒരു ചെറിയ തുക അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ വിഷമത്തിൽ പങ്കാളിയാകുകയും ഒക്കെ ചെയ്തു വരികയാണ്. അത്തരത്തിൽ സംരക്ഷിക്കുന്ന കുടുംബങ്ങളിൽ അവർക്ക് ചികിത്സിക്കാൻ പണമില്ലാതെ വന്നാൽ ഫ്രീ ആയി ചികിത്സ നൽകി അവരെ തിരിച്ചു വീട്ടിലെത്തിക്കുന്ന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പ്രവർത്തനം നടത്തി വരികയാണ്. ഈ 69ാമത്തെ മാസം ഓണമാണ്. ഓണത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും കിടപ്പ് രോഗികളായി ഞങ്ങൾ സംരക്ഷിക്കുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് ഓണക്കിറ്റ്, ഓണക്കോടി, അതോടൊപ്പം പായസ കിറ്റും പച്ചക്കറി കിറ്റും ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു ഓണ സ്നേഹ സംഗമം നടത്താറുണ്ട്. ഈ മാസം 2025 ഓഗസ്റ്റ് മാസം 27-ാം തീയതി രാവിലെ 10:30-ക്ക് ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വർഷത്തെ ഓണാഘോഷവും ഓണ സ്നേഹ സംഗമവും സംഘടിപ്പിച്ചിരിക്കുകയാണ്. MA രാജഗോപാൽ, അജയപ്രസാദ്, രഞ്ജിത്ത് രാധാകൃഷ്ണൻ, ജയപ്രകാശ്, നെൽസൺ സെബാസ്റ്റ്യൻ, രാധാമണി, TK സുന്ദരേശൻ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സാംസ്കാരിക സമ്മേളനം നടത്തുന്നു. പുനലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് 27-ന് സമ്മേളനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആദരവ്, സെമിനാർ എന്നിവയും നടത്തും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുനലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് 27-ന് രാവിലെ 9:30 മുതൽ പുനലൂർ TB ജംഗ്ഷനിൽ ജെംസ് അരീന ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പുനലൂർ ഫോറസ്റ്റ് കോടതി ജൂനിയർ സിവിൽ ജഡ്ജ് ഏകലവ്യൻ LV നിർവഹിക്കും. യൂണിയൻ ജില്ലാ സെക്രട്ടറി K രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണവും ആദരവും നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കഴിഞ്ഞ സമ്മേളനത്തോടനുബന്ധിച്ച് 17 ബ്ലോക്കാണ് ഞങ്ങളുടെ ജില്ലയിലുള്ളത്. ഓരോ ബ്ലോക്കുകാരും ഓരോ പാവപ്പെട്ടവരെ കണ്ടുപിടിച്ച് വീട് വെച്ച് നൽകുന്ന പരിപാടിയും ഒക്കെ ഞങ്ങൾ ചെയ്തു വരും. ഞാൻ പറയുന്നത് പെൻഷൻകാരുടെ അവകാശങ്ങൾ, ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്തും ഒക്കെ ഞങ്ങൾ അകമഴിഞ്ഞ് എല്ലാവരെയും സഹായിക്കണം. 7 വീടുകളോളം ഇപ്പം ഞങ്ങൾ പല ബ്ലോക്കുകളും വെച്ച് നൽകിയിട്ടുണ്ടായി. ഇപ്പോൾ അവസാനമായി കൊലമംഗലം ബ്ലോക്കിന്റെ വീട് ഈ വരുന്ന 31-ാം തീയതി ചിതറയിലുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വെച്ചു കൊടുക്കുകയാണ്. ബ്ലോക്ക് സെക്രട്ടറി A സുരേഷ് കുമാർ ചികിത്സാ ധനസഹായ വിതരണം നിർവഹിക്കും. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളും അവകാശികളും എന്ന വിഷയത്തിൽ ക്ലാസും നടക്കും. വേദനയും ആയുർവേദ ചികിത്സയും മട്ടുപ്പാവ് കൃഷി എന്നീ വിഷയങ്ങളിലും ക്ലാസുകൾ നടക്കും. ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കുന്നത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്രീ K രാജേന്ദ്രൻ അവர்களാണ്. ഈ കഴിഞ്ഞ 2-3 വർഷമായി ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകുന്നുണ്ട്. ചികിത്സാ ധനസഹായ വിതരണം നടത്തുന്നത് ഞങ്ങളുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ A സുരേഷ് കുമാർ സാറാണ്. തുടർന്ന്
താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് റോട്ടറി ആയിട്ടുള്ള വിളക്കുടി ശ്രീ എസ് രാജേന്ദ്രൻപിള്ള സാറ് ക്ലാസ് എടുക്കുന്നു. തുടർന്ന് മുട്ടുവേദനയും ആയുർവേദ ചികിത്സ എന്ന വിഷയത്തിൽ റിട്ടയർഡ് DMO ശ്രീ A. അഭിലാഷും മട്ടുപ്പാവ് കൃഷിയെക്കുറിച്ച് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ തൃശ്ശൂരിലെ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഡാനിയൽ മാത്യു സാറും ക്ലാസ് എടുക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് വി ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി വനിതാവേദിയുടെ നേതൃത്വത്തിൽ പൂക്കളം, തിരുവാതിര, ഓണപ്പാട്ട് എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ടൗൺ ഹാളിന് കല്ലിട്ടിട്ട് 19 വർഷം. ടൗൺ ഹാൾ നിർമ്മിക്കുന്ന സ്ഥലം കാട് കയറിയ നിലയിൽ. 9.95 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കാൻ തീരുമാനിച്ച ടൗൺ ഹാളിന്റെ നിർമ്മാണമാണ് എങ്ങും എത്താതെ കിടക്കുന്നത്. 19 വർഷം മുമ്പ് തറക്കല്ലിട്ട പുനലൂർ നഗരസഭയുടെ ടൗൺ ഹാൾ നിർമ്മാണമാണ് പൂർത്തിയാകാതെ കിടക്കുന്നത്. പലതവണ നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടും നിർമ്മാണം മുന്നോട്ടു പോകാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. CPI നേതാവും ആദ്യ കേരള നിയമസഭാംഗവുമായിരുന്ന അഡ്വക്കേറ്റ് N. രാജഗോപാലൻ നായരുടെ പേരിലുള്ളതാണ് ടൗൺ ഹാൾ. വർഷങ്ങളായി LDF ഭരിക്കുന്ന നഗരസഭയിൽ CPIക്ക് നഗരസഭാ ചെയർപേഴ്സൺ, ഉപാധ്യക്ഷൻ പദവികളുണ്ടായിട്ടും പദ്ധതി അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് കിഫ്ബി സഹായത്തോടെ ടൗൺ ഹാളും തിയേറ്റർ സമുച്ചയവും നിർമ്മിക്കാൻ മുൻപ് പദ്ധതിയിട്ടെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നു. 2006 ടൗൺ ഹാളിന്റെ നിർമ്മാണത്തിന് ആദ്യമായി തറക്കല്ലിട്ടത്. പിന്നീട് 2 തവണ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നഗരസഭാ മൈതാനത്തിന് സമീപമാണ് ടൗൺ ഹാൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. ഒരേ സമയം 800 പേർക്ക് ഇരിക്കാവുന്ന നിലയിൽ 16 കടമുറികളുള്ള വ്യാപാര സമുച്ചയം ഉൾപ്പെടെ 3 നിലകളിലായി 4020 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. 2022 നഗരസഭയുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് 1.60 കോടി രൂപ വിനിയോഗിച്ച് കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ നിർമ്മിച്ചു. എന്നാൽ പിന്നീട് നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു. ഇപ്പോൾ പ്രദേശം കാട് കയറി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 9.95 കോടി രൂപ പ്രതീക്ഷിച്ച പദ്ധതിയുടെ ചെലവ് സമയബന്ധിതമായി പൂർത്തിയാകാത്തതിനാൽ ഇനിയും വർദ്ധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. തെന്മല മാമ്പഴത്തറ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. തെന്മല മാമ്പഴത്തറ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് 60 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് അംഗം സിബിൽ ബാബു ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നമുക്കത് രാത്രിയായിട്ട് നമുക്ക് DFO എടുത്ത് നമുക്ക് സംസാരിച്ച് അത് ഇടപെടാവുന്ന കേസിട്ടാണ് ആ കാട് ഓണത്തിന് മുമ്പെങ്കിലും കാട് വെട്ടി നമുക്ക് മാറ്റിക്കൊണ്ട് DFOയുടെ അനുമതിയോടുകൂടി തന്നെ നമുക്ക് അത് ചെയ്തു വെക്കാനായിട്ട് സാധിക്കും. അതിനൊരു ഇടപെടൽ സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ MLA ഒരു 10 ലക്ഷം രൂപ ഫ്ലഡിൽ നിന്ന് തന്നിട്ടുണ്ട്. അത് കൂടാതെ ഒരു 25-30 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് NOC കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ മുൻകാലങ്ങളിൽ നമ്മൾ ആൾക്കാർ ചോദിക്കുമെങ്കിൽ ചെയ്തു തല്ലിയെന്ന് ചോദിക്കും. മുൻകാലങ്ങളിൽ രാജ്സാർ മന്ത്രിയായിരുന്ന സമയത്താണ് നമ്മളോട് ഇടപെട്ടിട്ട് 30 ലക്ഷം രൂപ കൊണ്ടുപോയി ചെയ്തത്. മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തത്. പക്ഷേ അതിന് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ടും രാജ്സാർ ചിലപ്പോൾ ഒരു വനമന്ത്രിയോട് ആയതുകൊണ്ടായിരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് NOC ഒന്നും ചോദിച്ചില്ല. അത് ടാർ ചെയ്യുന്നതിന് തടസ്സമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫ്ലഡിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചപ്പോഴാണ് അതിൻ്റെ ബ്ലോക്കിൽ അതിൻ്റെ പൈസ അനുവദിച്ചു. അത് കിടക്കുകയാണ്. പക്ഷേ ടെൻഡർ ആവുന്നില്ല. VSS പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലിൻഷ സന്തോഷ് സ്വാഗതം പറഞ്ഞു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷാജി MA മുഖ്യ പ്രഭാഷണം നടത്തി. ബീച്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ ഹസീന മോൾ, അക്ഷയ എസ് നാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. KMML TSP ലാപ്പ തൊഴിലാളികളുടെ കുടുംബസംഗമം ശങ്കരമംഗലത്ത് നടത്തി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ചവറ KMML TSP ലാപ്പ തൊഴിലാളികളുടെ കുടുംബസംഗമമാണ് ശങ്കരമംഗലം SNDP കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായിട്ട് TSPയിലേക്ക് കടന്നു വന്ന 54ഓളം തൊഴിലാളികളിൽ 51 തൊഴിലാളികളാണല്ലേ 51ഓളം തൊഴിലാളികളിൽ 5 പേര് ഇപ്പോൾ തന്നെ റിട്ടയർമെന്റ് കഴിഞ്ഞിരിക്കുന്നു. ബാക്കി 45 പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന TPയിലെ ലാപ്പ തൊഴിലാളികൾ അവരെ 2020 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 750ഓളം പേരെ DCW തൊഴിലാളികളായി മാറ്റുകയും അതിനോടൊപ്പം തന്നെ മാറ്റപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നിങ്ങൾ എല്ലാവരും ലാപ്പ തൊഴിലാളികളായിരുന്നല്ലോ. പക്ഷേ ലാപ്പ തൊഴിലാളികളായി അവശേഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വൈചിത്ര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അത് അന്ന് തൊട്ടേ കമ്പനിയിലെ ഡയറക്റ്റ് കോൺട്രാക്ട് വർക്കേഴ്സ് ആക്കണം എന്നുള്ള ഒരു വലിയ ആവശ്യം, അതുപോലെ DCW തൊഴിലാളികളോടൊപ്പം അതേപോലെ
വേതന കാര്യത്തിലും അതുപോലെ മറ്റെല്ലാ ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലും ഒരുപോലെ ആകണം എന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയും അത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കുകയും നിങ്ങൾ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി അത് വളരെയധികം അദ്ദേഹം തന്നെ വായിച്ചു മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ടൊരു തീരുമാനമെടുത്തു. അത് TSPയിലെ ലാപ്പ തൊഴിലാളികളെല്ലാം തന്നെ ഡയറക്റ്റ് കോൺട്രാക്ട് വർക്കേഴ്സ് ആകേണ്ടതാണ്. അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യത്തിൽ തന്നെ ഞാനത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും പല യൂണിയനായിട്ട് പെട്ടും പിന്നെ ഒരുമിച്ച് നിന്നുകൊണ്ടും ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയെ നേരിട്ട് വന്ന് നിയമസഭയ്ക്കകത്തും സെക്രട്ടേറിയറ്റിലും ഒക്കെ പലകുറി കഴിഞ്ഞ 2021, 22, 23 കാലഘട്ടങ്ങളിൽ തൊട്ട് നിരന്തരം കാണുന്നത് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള ഞാൻ തന്നെ സാക്ഷിയായിട്ടുള്ളതാണ്. പ്രോഗ്രാം ചെയർമാൻ A. റഹീം അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം സെക്രട്ടറി K. അജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ടൈറ്റാനിയം ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU സെക്രട്ടറി R. രവീന്ദ്രൻ, ടൈറ്റാനിയം കോംപ്ലക്സ് വർക്കേഴ്സ് യൂണിയൻ AITUC ജനറൽ സെക്രട്ടറി AV ശ്രീകുമാർ, CITU DCW കൺവീനർ ദിലീപ്, KMML കാഷ്വൽ ആൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ STU സെക്രട്ടറി ശ്രീകണ്ഠൻ, TSP ലാപ്പ CITU ജോയിന്റ് കൺവീനർ G. വിഷ്ണു, TSP ലാപ്പ UTUC കൺവീനർ കുമ്പഴയുണ്ണി, TSP ലാപ്പ AITUC മാനേജിംഗ് കമ്മിറ്റി അംഗം P. പ്രശാന്ത്, TSP ലാപ്പ BMS കൺവീനർ J. അജയകുമാർ, UTUC സംസ്ഥാന കമ്മിറ്റി അംഗം ലത, പ്രോഗ്രാം കോർഡിനേറ്റർ T. ശിവശങ്കരപിള്ള എന്നിവർ പങ്കെടുത്തു. ജനാധിപത്യത്തിൽ വിവിധങ്ങളായ സമരമുറകളുണ്ട്. ആ സമരമുറകളിൽ സമാധാനവും ശാന്തിയും തീഷ്ണതയുമെല്ലാം ആ സമരമുറകളുടെ ഭാഗമായി അനുഭവിച്ചൊരു ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിലുള്ളത്. ഇതും ഒരു സമരമുറയാണെന്ന് എൻ്റെ വിശ്വാസം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ആ സമരം ആവശ്യമാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് മൗനം കൊണ്ട് വർത്തമാനം പറയുന്നവരുണ്ട്. മൗനം വാചാലം എന്നൊരു വാക്കുണ്ട്, പ്രയോഗമുണ്ട്. അതുപോലെ നമ്മൾ വർത്തമാനം പറയും. മൗനം വാചാലം എന്നുള്ളത് മൗനത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, പറയുന്നതിനേക്കാളേറെ അർത്ഥമുണ്ട് എന്നതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഈ കുടുംബ സംഗമം ഒരു പ്രതിഷേധമായി കൂടി കാണാനാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അങ്ങനെ ഇമ്പമുള്ളതായിരിക്കണം കുടുംബം. നമ്മുടെ കുടുംബമല്ല ഇങ്ങനെ ഒത്തുചേരുന്നു. ഓണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഉത്സവമാണ്, വിളവെടുപ്പ് ഉത്സവമാണ്. അതിനോടനുബന്ധിച്ച് നമുക്ക് ഒത്തുചേരാനുള്ള അവസരം ഉണ്ടാകുന്നത് സന്തോഷകരമാണ്. അങ്ങനെ ചേരണം. അങ്ങനെ ചേരുമ്പോഴും നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പരിവേദനങ്ങളുണ്ട്, ഒരുപാട് ആശങ്കകളുണ്ട്, ഒരുപാട് വിഹ്വലതകളുണ്ട്. ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ അനുഭവിക്കുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. 1 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കായംകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം വടക്കേവിള സ്വദേശി നിഹാസ് ആണ് അറസ്റ്റിലായത്. കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. പാലുൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാൻ ഓച്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘം. ഓച്ചിറ പെരുമ എന്ന പേരിലാണ് പാലുൽപ്പന്നങ്ങൾ വിപണിയിലെത്തുക. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആഹാരം കഴിക്കേണ്ട ഗതികേടിൽ കശുവണ്ടി തൊഴിലാളികൾ. ചാരുമൂട് കരിമുളക്കലിലെ തൊഴിലാളികൾക്കാണ് ഈ ദുർഗതി. ഭക്ഷണം കഴിക്കുന്ന ആൾ മേൽക്കൂര തകർന്ന് ചോർന്നൊലിക്കുന്നതിനെ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.